ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇത് ഒരു കപ്പ്. ആ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പീരയുണ്ട്, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അതേ കപ്പിന് ഞാൻ അളന്നെടുത്തിട്ട് പൈനാപ്പിളാണ്, ഒരു കപ്പ് പൈനാപ്പിൾ അതും കൂടി ഇതിനകത്തിട്ടിടുകയാണ്. ഇനി നമുക്ക് ബാക്കി കാണാം. ഉപ്പിരിപ്പുണ്ട് ഇവിടെ. തേങ്ങയും ഉപ്പും കൂടെ ചതച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി അതും കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാൻ പോവാണ്. ഇതിപ്പോൾ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൈനാപ്പിളും കൂടി ഇടുകയാണ്. ഇതൊന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പൈനാപ്പിൾ ചമ്മന്തി. ഇനി അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ്. ഇതൊരു വാസന കറിവേപ്പിലേക്ക്. നമ്മളിവിടെ ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തിയ കറിവേപ്പിലയാണ്. അതും കൂടെ നമുക്ക് കുറച്ചിടാം. ഇനി ഇത് ഒറ്റ അടി അടിച്ചുകൊണ്ട് വരാം. എടുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ടുണ്ട്. ആ 2 പച്ചമുളക് അതും കൂടെ പൊട്ടിച്ചിടുകയാണ്. ഒരൽപ്പം ഉപ്പ് ഇടുകയാണ്. നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഡിഷിലോട്ട് മാറ്റുകയാണ്. നല്ല വാസന. ഈ പൈനാപ്പിളും കറിവേപ്പിലയും തേങ്ങയും ഒക്കെ ചേർക്കും. ഇതിനുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. താളിക്കാൻ വേണ്ടി നമുക്ക് അപ്പം വേണമെങ്കിൽ ഒരു ഉള്ളി ഇങ്ങനെ ചേർക്കാം. താളിക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. താളിച്ചിട്ട് നമ്മളിതിലേക്ക് വളരെ സ്വാദിഷ്ടമായ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ചപ്പാത്തിക്ക്, ചോറിനും എല്ലാത്തിനും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തി. എല്ലാവരും ട്രൈ ചെയ്യണം. എരിവ് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞങ്ങളുടെ അടുത്ത പച്ചമുളക് ഭയങ്കര എരിവാണ്. അപ്പോൾ എരിവ് നമ്മുടെ അനുസരിച്ചിടണം. ബാക്കിയെല്ലാം ഇതേ അളവിലുണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഇത് പൈനാപ്പിൾ ഞാൻ 1 കപ്പല്ല 1.25 കപ്പായിരുന്നു കേട്ടോ. സോറി, 1.25 കപ്പ് ഇടണം. കാരണം എന്നാലേ ഈ തേങ്ങയുടെ അനുസരിച്ച് വരുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം.